എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള വളരെ ലീസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറി ബുക്സാണ്. മോസ്റ്റ്ലി എല്ലാവർക്കും കുറേ സ്റ്റോറി ബുക്സ് ഒക്കെ കാണാം, പക്ഷേ എനിക്ക് കുറച്ച് ലീസ്റ്റ് സ്റ്റോറി ബുക്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനിന്ന് എൻ്റെ സ്റ്റോറി ബുക്സൊക്കെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏതൊക്കെ സ്റ്റോറി ബുക്സാണ് എനിക്കുള്ളതെന്ന്. എൻ്റെ മാത്രമല്ല, എൻ്റെ അനിയൻ്റെയും കൂടെ കൂടിയുണ്ട്. പക്ഷെ അവൻ അങ്ങനെ അധികം വായിക്കത്തില്ല, ഇപ്പോൾ ഇടയായിട്ടാണ് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോസ്റ്റ് പറഞ്ഞാൽ എൻ്റെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറി ബുക്സ് ഒന്ന് ഡിസ്കവർ ചെയ്ത് നോക്കിയാലോ. സോ നമുക്ക് സ്റ്റോറി ബുക്സ് ഡിസ്കവർ ചെയ്യുന്നതിന് മുമ്പ് ആലിസ് ഇൻ ദ വണ്ടർലാൻഡിൻ്റെ റിയൽ സ്റ്റോറി നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇതുവരെ എൻ്റെ റിയൽ സ്റ്റോറി വായിച്ചിട്ടില്ല കേട്ടോ. ആലിസ് ഇൻ ദ വണ്ടർലാൻഡ് ഞാൻ വായിച്ചതിന് റിയൽ സ്റ്റോറി ആണോ എന്നും എനിക്ക് അറിഞ്ഞൂടാ. സോ അപ്പം നമുക്ക് നോക്കാം എൻ്റെ സ്റ്റോറി ബുക്സിൻ്റെ കഥ. അപ്പോൾ ഗൈസ്, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ട് വന്നിട്ട് ഈ സ്പിന്നിങ് മണിയുടെ ഈ ഒരു ബുക്കാണ്. ഇത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് പഴയ ബുക്കാണ് കേട്ടോ, എൻ്റെ പഴയ ബുക്കാണേ. സ്പിന്നിങ് മണി എന്ന് പറഞ്ഞ ഈ ഒരു ബുക്ക്. ഇതിൽ പല ടൈപ്പ് ഓഫ് കഥകളും ഉണ്ട്, ഇത് മാത്രമല്ല പലതും. പിന്നെ വന്നിട്ട് നമ്മുടെ മഹാബലി മനോഹരൻ കുഴിമറ്റം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറി ബുക്കാണ്. ഇത് മലയാളം സ്റ്റോറി ബുക്കാണ്, ഇംഗ്ലീഷ് അല്ല, മലയാളമാണ്. സോ എൻ്റെ ബുക്ക് മാർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. എൻ്റെ ഫ്രണ്ടാണ് ബുക്ക് മാർക്കാണ് ഗൈസ്. സോ അടുത്തത് വന്നിട്ട് വിസ്ഡം ആൻഡ് സ്ട്രെങ്ത് പിന്നെ മോറൽ സ്റ്റോറീസ്. ഇതെൻ്റെ അനിയന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ അനിയന് ഡാൻസിന് പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് ആ ഒരു സ്റ്റോറി ബുക്ക്. ഇത് നല്ല സ്റ്റോറീസാണ്, ഞാനൊക്കെ വായിക്കാറുണ്ട് ഇടയ്ക്ക് കേട്ടോ. പിന്നെ നമുക്ക് ഫൂളിഷ് ക്രോ. ഇത് അച്ഛന് ആർക്കോ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി വാങ്ങിയപ്പോൾ എനിക്കും കൂടെ കൂട്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടാകുന്ന ഒരു ബുക്കാണിത്. ഞാൻ അങ്ങനെ തിക്കുള്ള ബുക്കുകൾ ഒന്നും അധികം വായിക്കാറില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഫൂളിഷ് ക്രോ എന്ന് പറഞ്ഞ ബുക്കുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആലിസ് ഇൻ ദ വണ്ടർലാൻഡ്. ആലിസ് ഇൻ ദ വണ്ടർലാൻഡ് റിയൽ സ്റ്റോറി വായിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വായിച്ചത് ഇത് കറക്റ്റ് ആണോ, റിയൽ സ്റ്റോറി ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഇപ്പോൾ ₹40 ആണ്. ഇത് ഞങ്ങൾ സ്കൂളിൽ ബുക്ക് ഫെസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടാകുന്നതാണ്. ഞാൻ സ്കൂളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാകുന്നതാണ് കേട്ടോ. ബുക്ക് ഫെസ്റ്റ് വന്നപ്പോൾ എനിക്കിഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാണ്. ആൻഡ് ഇത് ദ ജാക്ഡോ ആൻഡ് ദ മാക്പി എന്ന് പറഞ്ഞ ഈ ഒരു ബുക്കാണ്. ജാക്ഡോ ആൻഡ് ദ മാക്പി ഇത് കുച്ചിക്കുട്ടിൻ്റെ ബുക്കാണ് കേട്ടോ, നല്ല ബുക്കാണ്. പക്ഷേ ഇത് ഭയങ്കര കുഞ്ഞു പിള്ളേരുടെ ബുക്കായതുകൊണ്ട് എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടായിട്ട് മോസ്റ്റ്ലി ഈ രണ്ടിൻ്റെയും കഥകളാണ് എനിക്ക് മോസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആലിസ് ഇൻ ദ വണ്ടർലാൻഡിൽ റിയൽ സ്റ്റോറിയും വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഇത്രയുള്ള എല്ലാവർക്കും ബൈ ബൈ.